എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രത്തെ പറ്റി പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുണ്യവാഹിനിയായ ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമത്രേ ഇത്. അപൂർവവും നിഗൂഢവുമായ നിരവധി ആചാരാനുഷ്ഠാന വിശേഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ വൈശാഖോത്സവം ഇവിടെ നടന്നു വരുന്നു. തിരുവഞ്ചിറയിലെ മണിത്തറയിൽ സ്വയംഭൂ ചൈതന്യമായി കുടികൊള്ളുന്ന ശ്രീ പരമേശ്വരനും അമ്മാറക്കൽ തറയിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ശ്രീ പാർവതിയും പരിലസിക്കുന്ന മഹത് സന്നിധാനമത്രേ ഇത്. പൗരാണിക കാലത്ത് ദക്ഷയാഗം നടന്ന പുണ്യഭൂമി അത്രേ കൊട്ടിയൂർ. ത്രിമൂർത്തികളുടെയും പരാശക്തിയുടെയും 33 ദേവകളുടെയും സംഗമസ്ഥാനവും ത്രിശിരസിൻ്റെ തപോവന ഭൂമിയുമാണ് കൊട്ടിയൂർ. യുഗാന്തരങ്ങൾക്ക് ശേഷം കുറിച്യൻ നായാടി നടന്നപ്പോൾ കാനനശിലയിൽ അമ്പണച്ചപ്പോൾ സ്വയംഭൂ ചൈതന്യം ദർശിക്കാനിടയായ ദേവസങ്കേതം. യാഗകർമ്മങ്ങളിലെ പൂജാവിധികളെയും ക്ഷേത്രോത്ഭവ സമയത്ത് അനുഷ്ഠിച്ച പരിഹാരക്രിയകളെയും അനുസ്മരിപ്പിക്കും വിധമുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. എടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്തിരനാൾ വരെയുള്ള ദിവസങ്ങളിലാണ് അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ശ്രീ പരശുരാമ മഹർഷിയും ശ്രീ ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. കൂടാതെ അനുബന്ധമായി ചില സവിശേഷ ചടങ്ങുകളുമുണ്ട്. പ്രക്കൂരം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരം എഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ. ഉപാംഗങ്ങൾ ആരാധനകളായാണ് അറിയപ്പെടുന്നത്. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണിത്. പ്രക്കൂരം എന്നതിനെപ്പറ്റി പറഞ്ഞാൽ വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരു പ്രാരംഭ ചടങ്ങാണിത്. മേടമാസത്തിലെ വിശാഖം നാളിലാണ് ഈ ചടങ്ങ് സാധാരണയായിട്ട് നടന്നു വരുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രസങ്കേതത്തിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ തന്ത്രീശ്വരന്മാരും ഊരാളന്മാരും കഴകക്കാരും മറ്റ് അടിയന്തര വിഭാഗങ്ങളും അവരവരുടെ അടിയന്തരാദി കർമ്മങ്ങൾ ഭാഗാഭാക്കുകളാവുന്നു. അക്കരെ ക്ഷേത്രസന്നിധിയിലെ വിശേഷ പൂജാതി കർമ്മങ്ങൾക്കായിട്ടുള്ള നെല്ല്, അവല് എന്നിവ അളക്കുന്ന ചടങ്ങാണിത്. മാലൂർപ്പടി നാഗക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന നെയ്യ് കൊണ്ട് വിളക്ക് തെളിയിച്ചു കൊണ്ടാണ് ചടങ്ങിന് തുടക്കം കുറിക്കുന്നത്. ദീപം തെളിയുന്നതോടെ അവിൽ വരവും അവൽ അളവും നടക്കും. അവിലളവിനെ തുടർന്ന് നെല്ലളവ് നടക്കും. അളന്നു കഴിഞ്ഞ നെല്ല് കുത്തി അരിയാക്കുന്നതിന് പുറത്തു കൊടുക്കുന്ന ചടങ്ങാണ് പുറക്കൂവം. ഈ നെല്ല് കുത്തി ഉണ്ടാക്കിയ ഉണക്കലരി നീരെഴുന്നള്ളത്തിന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അളക്കും. ഉത്സവ ചടങ്ങുകളുടെയും പ്രധാന അടിയന്തരങ്ങളുടെയും നാളും മുഹൂർത്തവും കുറിക്കുന്ന അടിയന്തര യോഗവും പ്രക്കൂര നാളിൽ നടക്കും. കണക്കപ്പിള്ള രാശി വെച്ച് നാളും മുഹൂർത്തവും നിശ്ചയിക്കും. രാത്രിയിൽ ആയില്യർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജയാണ് പ്രക്കൂര നാളിൽ നടക്കുന്ന മറ്റൊരു ചടങ്ങ്. അന്നേ ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന് തൊട്ട് കിടക്കുന്ന ആയില്യർക്കാവിൽ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഗൂഢപൂജയിൽ അപ്പട നിവേദിക്കുന്നു. സതീദേവി യാഗവേദിയിലേക്ക് എഴുന്നള്ളുമ്പോൾ അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ആയില്യർക്കാവിൽ പ്രത്യേകമായി നിഗൂഢ പൂജ നടത്തുന്നത്. പൂജാകർമ്മങ്ങൾ അവസാനിച്ചതിന് ശേഷം നിവേദിക്കപ്പെട്ട അപ്പട ഊരാളന്മാർ ഉൾപ്പെടെയുള്ള അടിയന്തര വിഭാഗക്കാർക്കും മറ്റും നൽകും. ഈ വിശിഷ്ട നൈവേദ്യത്തിന് ഒരേ സമയം കയ്പും മധുരവും അനുഭവപ്പെടുമത്രേ. ഈ പ്രസാദം കഴിക്കുമ്പോൾ അരുചി, അതായത് കയ്പ് രസം അനുഭവപ്പെടുന്ന ജന്മസ്ഥാനികൻ അടുത്ത വൈശാഖ മഹോത്സവത്തിന് മുമ്പ് മരണപ്പെടുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിന് ആധാരമായ അനുഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ട് പഴമക്കാർ പറയുന്നുമുണ്ട്. ഉത്തരവാദപ്പെട്ട സ്ഥാനികർക്കും അടിയന്തര വിഭാഗക്കാർക്കും ഇതൊരു മുന്നറിയിപ്പ് കൂടിയായതിനാൽ കയ്പനുഭവപ്പെട്ട സ്ഥാനികർ തങ്ങളുടെ അടുത്ത പിന്തുടർച്ചാവകാശിക്ക് ഗൂഢങ്ങളായ മന്ത്രതന്ത്രങ്ങളും ആചാരക്രമങ്ങൾ സംബന്ധിച്ച രഹസ്യങ്ങളും കൈമാറും. അതിനാൽ തന്നെ മഹോത്സവാദി ചടങ്ങുകൾ കാലങ്ങളായി തലമുറകൾ കൈമാറി ചിട്ടയായി നടന്നു വരുന്നു. അടുത്തതായിട്ട് ഇടവമാസത്തിലെ മകന്നാളിൽ നീരെഴുന്നള്ളത്ത് നടക്കും. ഈ ദിവസമാണ് അക്കരെ കൊട്ടിയൂരിൽ അവകാശികളും സ്ഥാനികരും ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. തന്ത്രിശ്രേഷ്ഠനായ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് നീരെഴുന്നള്ളത്ത് ചടങ്ങുകൾ നടക്കുന്നത്. ശേഷം അക്കരെ കടക്കൽ എന്ന ചടങ്ങാണ്. കുറിച്യ സമുദായ സ്ഥാനികനായ ഒറ്റപ്പിലാൻ, ജന്മശാന്തിയായ പടിഞ്ഞീറ്റ നമ്പൂതിരി, ആശാരി സ്ഥാനികൻ, പുറംകലയൻ, അടിയന്തര യോഗത്തിലെ ജന്മസ്ഥാനികർ എന്നിങ്ങനെ ക്രമത്തിലാണ് അക്കരയ്ക്ക് കടക്കുന്നത്.
ഇക്കരെ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക വഴിയിലൂടെ കിഴക്കേ നടയിലെത്തി ബാവലിപ്പുഴയിൽ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തും. പിന്നീട് പടിഞ്ഞീറ്റ നമ്പൂതിരിയും ഒറ്റപ്പിലാനും ചൂണ്ടിക്കാട്ടുന്ന ഒരു നിർദ്ദിഷ്ട സ്ഥാനത്തെ ഉറവയിൽ നിന്നും കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് തിരുവഞ്ചിയൂരിലേക്ക് പ്രവേശിച്ച് മണിത്തറയിൽ യഥാക്രമം സ്വയംഭൂ സ്ഥാനത്ത് അഭിഷേകം ചെയ്യും. നീരെഴുന്നള്ളത്ത് ദിവസം അർദ്ധരാത്രിയോടെ ആയില്യർകാവിൽ ഗൂഢപൂജയുണ്ട്. നീരെഴുന്നള്ളത്ത് ദിവസത്തെ പൂജയ്ക്ക് ശേഷം ആയില്യർകാവിലേക്കുള്ള വഴി കൊട്ടിയടയ്ക്കും. പിന്നെ അടുത്ത വർഷത്തെ പ്രക്കൂരം ചടങ്ങിലെ പൂജയ്ക്ക് വേണ്ടിയാണ് നട തുറക്കുന്നത്. നീരെഴുന്നള്ളത്തുള്ള ദിവസമാണ് പയ്യന്നൂരിനടുത്തുള്ള കാങ്കോൽ എന്ന സ്ഥലത്ത് നിന്നും വരുന്ന കോവിലകം കയ്യാലയുടെ കാര്യനിർവഹണക്കാരായ കാര്യത്ത് കൈക്കോളനും അനുചരന്മാരായ കൈക്കോളന്മാരും യാഗോത്സവത്തിലെ ആദ്യന്തമുള്ള വിവിധങ്ങളായ ചടങ്ങുകളിൽ തങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിനായിട്ട് കൊട്ടിയൂരെത്തുന്നത്. കാര്യത്ത് കൈക്കോളൻ സ്ഥാനികൻ്റെ നേതൃത്വത്തിലാണ് അക്കരെ കൊട്ടിയൂരിൽ യാഗശാലകളെന്ന് അനുമാനിക്കാവുന്ന കയ്യാലകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നീരെഴുന്നള്ളത്ത് മുതൽ യാഗഭൂമിയിലെ പ്രാവർത്തികൻ ആചാരപൂർവം ചെയ്യുന്നതും തിരുവഞ്ചിറയും മണിത്തറയും അമ്മാറക്കല്ലും തിടപ്പള്ളിയും പരിസരങ്ങളുമെല്ലാം ശുചിയാക്കി ഉത്സവ ചടങ്ങുകൾക്ക് സജ്ജമാക്കുന്നതും വിളക്കുകൾ, നിവേദ്യപാത്രങ്ങൾ തുടങ്ങിയവ ഇക്കരെ ക്ഷേത്രത്തിൽ നിന്നും മണിത്തറയിലും ഭണ്ഡാര അറയിലും എത്തിക്കുന്നതും കൈക്കോളന്മാരുടെ ഉത്സവാരംഭഘട്ടത്തിലെ കടമകളാണ്. അടുത്ത ചടങ്ങാണ് വിളക്ക് തിരി എഴുന്നള്ളത്ത്. ഉത്സവത്തിന് ദീപം തെളിയിക്കുന്നതിനാവശ്യമായ തിരുത്തുണി, കിള്ളിശീല, ഉത്തരീയങ്ങൾ, ഈരണ വസ്ത്രങ്ങൾ എന്നിവ വ്രതാനുഷ്ഠാനത്തോടെ ഭഗവത് സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് വിളക്കിരി എഴുന്നള്ളത്ത്. ഇനി അടുത്ത ഒരു ചടങ്ങ് ഉത്സവാരംഭം കുറിച്ചുകൊണ്ട് ചോതി വിളക്ക് തെളിയിക്കുന്നതിന് എടവച്ചോതി നാളിൽ നെയ്യാട്ട ദിവസം കുറ്റാടിയിലെ ശ്രീ ചാതിയൂർ ക്ഷേത്രത്തിൽ നിന്നും തേടൻ എന്ന സ്ഥാനിക വാര്യർ ഓടയും തീയും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. ചോതി നാളിൽ മണിത്തറയിൽ ചോതി വിളക്ക് തെളിയിക്കുന്നതോടെ വൈശാഖ മഹോത്സവം സമാരംഭിക്കുന്നു. ചോതി വിളക്ക് തെളിയിക്കുന്നതിനുള്ള നെയ്യ് ശ്രീ ജാതിയൂർ മഠം ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഈ വിഭവങ്ങളും സ്ഥാനികരും അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ബാവലി പൂജ കഴിക്കുന്നു. ഈ ചോതി വിളക്കിൽ നിന്ന് നാളം പകർന്ന് മറ്റ് വിളക്കുകൾ തെളിയിക്കുകയും തിടപ്പള്ളിയിലെ തിരുവടുപ്പിൽ തീ കൂട്ടുകയും ചെയ്യും. തുടർന്ന് അടിയന്തര യോഗം ചേർന്ന് അന്ന് രാത്രിയിൽ നടത്തേണ്ട നെയ്യാട്ടം തുടങ്ങിയ ചടങ്ങുകളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കും. മണിത്തറയിലെ സ്വയംഭൂവിൽ നറുനെയ്യ് ആടുന്നതാണ് നെയ്യാട്ടം. ദേവചൈതന്യത്തിൽ നടത്തുന്ന ആദ്യത്തെ അഭിഷേകമാണിത്. സ്വയംഭൂ ശിവലിംഗം കണ്ടെത്തിയ സന്ദർഭത്തിൽ നെറുകയിലുണ്ടായ മുറിവിൽ നിന്നും രക്തപ്രവാഹം ശമിപ്പിക്കാൻ നിർവഹിച്ച പ്രതിവിധികളിൽ ഒന്നിൻ്റെ ആവർത്തനം തന്നെയാണ് നെയ്യാട്ടം. നെയ്യാട്ടത്തിൻ്റെ ചടങ്ങുകളിൽ ആദ്യമായി നടക്കുന്നത് ചോതി പുണ്യാഹം, മണിത്തറ ഏറ്റുവാങ്ങൽ എന്നിവയാണ്. ശിവലിംഗം കണ്ടെത്തിയതും ഉത്സവാനന്തരം നീണ്ട 11 മാസക്കാലം സ്വയംഭൂ ചൈതന്യം മരുവുന്ന മണിത്തറയ്ക്കും തിരുവഞ്ചിറയ്ക്കും കാവലാളായി നിൽക്കുന്നത് കുറിച്യരായതിനാൽ ക്ഷേത്രാധികാരിയായി കുറിച്യ പ്രമുഖനായ ഒറ്റപ്പിലാൻ സ്ഥാനികനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ അവകാശിയായ ഒറ്റപ്പിലാനിൽ നിന്നും മണിത്തറ ഏറ്റുവാങ്ങിയ ശേഷം മാത്രമേ വിശിഷ്ട പൂജാവിധികൾ നടത്തുകയുള്ളൂ. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ തുടങ്ങിയ സ്ഥാനികർക്ക് ദേവനിശ്ചയപ്രകാരമുള്ള അവകാശപ്പണം ദേവസ്വം അധികാരികൾ നൽകുന്നു. അവരത് സ്വീകരിച്ച് മണിത്തറ വിട്ടിറങ്ങി പിന്നോട്ട് നടന്നുപോയി അവരുടെ കയ്യാലകളിൽ സ്ഥാനമുറപ്പിക്കും. പിന്നീട് ഇവർ കർമ്മ പൂർത്തീകരണ വേളകളിൽ തൃക്കലശാട്ടിന് ശേഷം മാത്രമേ മണിത്തറയിൽ പ്രവേശിക്കുകയുള്ളൂ. മണിത്തറ ഏറ്റുവാങ്ങിയ ശേഷം പടിഞ്ഞീറ്റ നമ്പൂതിരിയും സഹതന്ത്രിമാരും മണിത്തറയിൽ പ്രവേശിച്ച് പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തുന്നു. ചോതി നാളിൽ നടക്കുന്ന ഈ പുണ്യാഹത്തെ ചോതി പുണ്യാഹം എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ഉത്സവം സമാപിക്കുമ്പോൾ തൃക്കലശാട്ടത്തിന് ശേഷം മണിത്തറയിലെ പടുകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂദേവനെ അഷ്ടബന്ധം കൊണ്ട് മൂടുന്ന ചടങ്ങുണ്ട്. അഷ്ടബന്ധം കൊണ്ടുള്ള ആവരണം നീക്കിയാൽ മാത്രമേ സ്വയംഭൂ ദർശിക്കാൻ കഴിയുകയുള്ളൂ. മണിത്തറയിലെ അഷ്ടബന്ധം പിറ്റേ വർഷം ഉത്സവാരംഭത്തിൽ നീക്കം ചെയ്ത് പടുകുഴി പുനഃസൃഷ്ടിക്കുന്നു. ഈ അഷ്ടബന്ധം നീക്കം ചെയ്യുന്ന ചടങ്ങാണ് നാളം തുറക്കൽ. നാളം തുറന്നു കഴിഞ്ഞാൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്ന നെയ്യ് പുറത്തേക്കൊഴുകുന്നതിനായി മുള കൊണ്ട് നിർമ്മിച്ച പാത്തി നിർമ്മിക്കും. ഇത്തരം മുളമ്പാത്തി വയ്ക്കുന്ന കർമ്മത്തിന് പാത്തി വയ്ക്കൽ എന്നും പറയും. നാളം തുറന്നു കഴിഞ്ഞാൽ നെയ്യഭിഷേകം തുടങ്ങുകയായി. കഠിനമായ നിഷ്ഠയോടുകൂടിയ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പ്രത്യേക സ്ഥാനീയരാണ് നെയ്യ് കൊണ്ടുവരുന്നത്.
പണ്ടുകാലത്ത് നിശ്ചയിക്കപ്പെട്ട മുറയ്ക്ക് ഓരോ മടക്കാരുടെയും നെയ്യ് ക്രമത്തിൽ അഭിഷേകം ചെയ്യും. സ്വയംഭൂവിൻ്റെ നെറുകയിൽ ധാരയായി ഒഴുകുന്ന നെയ്യ് നാളത്തിൽ നിറയും. നിറഞ്ഞു കവിയുന്ന നെയ്യ് ഓവിൻ്റെ മുഖദ്വാരത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന മുളംപൊത്തിയിലൂടെ പുറത്തേക്കൊഴുകി തിരുവഞ്ചിറയിൽ വെച്ചിരിക്കുന്ന പ്രത്യേക വട്ടളത്തിൽ വീഴും. അടുത്ത പ്രധാന ചടങ്ങ് ശ്രീ മുതിരേരിവാൾ എഴുന്നള്ളത്താണ്. ഇടവച്ചോതി നാളിൽ വയനാട്ടിലെ ശ്രീ മുതിരേരി കാവിൽ നിന്നും കൊട്ടിയൂരിലേക്ക് വാൾ എഴുന്നള്ളത്ത് നടക്കുന്നു. അതായത് ഈ ഒരു വാളിന് ഒരു പ്രത്യേക ചരിത്രമുണ്ട്. സതീദേവിയുടെ യാഗത്തിന് ക്ഷണിക്കാതെ തൻ്റെ പതിയെ അപമാനിച്ചതിൻ്റെയും ഒക്കെ ഒരു വിഷമത്തിൽ സതീദേവി അവിടെയുള്ള ആ ഒരു അമ്മാറക്കൽ കല്ല്, അതായത് അമ്മ മറഞ്ഞ കല്ല് എന്ന് പറഞ്ഞ അവിടെ ആ ഒരു കല്ല് ഉണ്ട്. അവിടെയാണ് സതീദേവി തൻ്റെ ജീവത്യാഗം ചെയ്തത്. അപ്പോൾ ഇങ്ങനെ സതീദേവി ജീവത്യാഗം ചെയ്തതറിഞ്ഞ അറിഞ്ഞപ്പോൾ ദേവൻ്റെ ആജ്ഞപ്രകാരം ദക്ഷൻ്റെ യാഗശാലയും മറ്റും നിശേഷം നശിപ്പിച്ച് യാഗവിഘ്നം വരുത്തി ദക്ഷൻ്റെ കഴുത്ത് നിഷ്കരണം അറുത്തെടുത്ത് വീരഭദ്രൻ തൻ്റെ ഉടവാൾ ചുഴറ്റി എറിഞ്ഞു. അത് ചെന്ന് വീണത് വയനാടൻ മലമടക്കുകളിലുള്ള മുതിരേരി കാവിലാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം അനുസരിച്ച് വൈശാഖോത്സവ വേളയിൽ കാവിലെ പള്ളിയറയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ദിവ്യായുധം ഭക്തി പുരസരം എഴുന്നള്ളിക്കുകയും ഉത്സവം അവസാനിക്കുമ്പോൾ വാളാട്ടത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യും. ചോതി നാളിൽ രാവിലെയുള്ള ശുഭമുഹൂർത്തത്തിൽ വിശേഷ പൂജാകർമ്മങ്ങൾക്ക് ശേഷം മൂഴിയോട്ടില്ലം നമ്പൂതിരി അടുത്ത ക്ഷണത്തിൽ തന്നെ വാളെടുത്ത് കൊട്ടിയൂർ ദേവഭൂമി ലക്ഷ്യമാക്കി വനാന്തരങ്ങളിലൂടെ ഓടിയും നടന്നും എവിടെയും വിശ്രമിക്കാതെ സന്ധ്യയോടെ ഇക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. വാളെഴുന്നള്ളത്ത് കൊട്ടിയൂർ പുണ്യഭൂമിയിൽ എത്തുന്നതോടെ ഭക്തജനസഹസ്രങ്ങൾ ഭക്തിയിൽ ആറാടാൻ തുടങ്ങും. വിശാഖ നാളിൽ വൈകുന്നേരം മണത്തണിയിലെ കരിമ്പന ഗോപുരത്തിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങളുടെ ഘോഷങ്ങളോടെ ഭക്തജനങ്ങളുടെ ഓങ്കാരം വിളികളോടെ സ്വർണ്ണകുംഭങ്ങളും രജതകുംഭങ്ങളും കലശപാത്രങ്ങളും തിരുവാഭരണങ്ങളടങ്ങിയ ഭണ്ഡാരങ്ങളും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളും എഴുന്നള്ളിച്ചുകൊണ്ട് കൊട്ടിയൂരിലേക്ക് വരുന്നു. അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്ന ഭണ്ഡാരവും വാളുകളും ബലിബിംബങ്ങളും തന്ത്രിശ്രേഷ്ഠന്മാരും സ്ഥാനികരും യഥാവധി ഏറ്റുവാങ്ങും. ഭണ്ഡാരം വരവിന് ശേഷമുള്ള പുലർച്ചയോടെ സന്നിധാനത്ത് പൂജാകർമ്മങ്ങൾ തുടങ്ങുകയായി. തിടപ്പള്ളിയിൽ വെച്ച് നിവേദ്യത്തിനായുള്ള അരിയളവ് നടക്കും. അതിരാവിലെ പനിയൂർ നമ്പൂതിരിപ്പാട് നിർമാല്യം വാരി 36 വെള്ളിക്കുടം കൊണ്ട് ജലാഭിഷേകം നടത്തുന്നു. അതിനുശേഷം ഉഷപൂജാകർമ്മം നിർവഹിക്കുന്നത് ഉഷക്കാമ്പ്രം നമ്പൂതിരിപ്പാടാണ്. തുടർന്ന് ശിവേലിയാണ്. ആനപ്പുറത്ത് മുമ്പിൽ അമ്മാറക്കല്ലിൽ കുടിയിരിക്കുന്ന ദേവിയുടെ പിന്നിൽ ശ്രീ പരമേശ്വരൻ്റെയും തിടമ്പുകൾ എഴുന്നള്ളിക്കും. പന്തിരടി പൂജ, 1000 കുടം, തിരുവത്താഴ പൂജ, ശീവേലി, ശ്രീഭൂതബലി എന്നിങ്ങനെയാണ് സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങൾ. വൈശാഖ മഹോത്സവ വേളയിൽ നടക്കുന്ന 4 ആരാധനകളിൽ ആദ്യത്തേതാണ് തിരുവോണം ആരാധന. കോട്ടയം കിഴക്കേ കോവിലകം വകയാണ് ഈ വിശേഷാൽ ആരാധന. രേവതി ആരാധന തെക്കേ കോവിലകം വകയും രോഹിണി ആരാധന പടിഞ്ഞാറേ കോവിലകം വകയും നടക്കുന്നു. പിന്നെ ഇവിടെയുള്ള ഒരു പ്രധാന ആചാരമാണ് ഇളനീരാട്ടം. ഇളനീരാട്ടത്തിന് ആവശ്യമായ ഇളനീര് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈ പാരമ്പര്യ അവകാശമുള്ള തീയ സമുദായ അംഗങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇളനീരാട്ടം ദൈവം വരവിന് ശേഷം പാലക്കുന്നം നമ്പൂതിരി രാശി വിളിക്കുന്നതോടെ ഇളനീരാട്ടം ആരംഭിക്കും. അദ്ദേഹം 3 ഇളനീരുകൾ കൊത്തി ഉഷക്കാമ്പ്രം നമ്പൂതിരിയെ ഏൽപ്പിക്കുകയും ആ ഇളനീർ തീർത്ഥം മന്ത്രം ചൊല്ലി സ്വയംഭൂ ശിലയിൽ അഭിഷേകം നടത്തുകയും ചെയ്യും. ഇളനീർ വെപ്പിന് ശേഷമുള്ള പ്രധാന ആരാധനയാണ് അഷ്ടമി ആരാധന. അഷ്ടമി 7 നാൾ പകലുള്ള ദിവസം അഷ്ടമി ആരാധന നടക്കും. പിന്നെ മറ്റൊരു പൂജയാണ് രോഹിണി ആരാധന. ഇതിന് ആലിംഗന പുഷ്പാഞ്ജലി എന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട്. സതീവിരഹ ദുഃഖത്താൽ തപിക്കുന്ന പരമേശ്വരനെ ഗാഠമായി ആശ്ലേഷിച്ച് മനം കുളിർപ്പിക്കുന്ന ഒരു ശുഭദായകമായ മുഹൂർത്തത്തിൻ്റെ പ്രതീകാത്മകമായ പുനരാവിഷ്കരണമാണ് ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂർ നായ്ക്കൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ജന്മാവകാശമാണ് ആലിംഗന പുഷ്പാഞ്ജലി കർമ്മം. വാദ്യഘോഷങ്ങളോടുകൂടിയാണ് ഇത് നടക്കുന്നത്. മണിത്തറയിൽ മുട്ടുകുത്തി കമിഴ്ന്ന് കിടന്നുകൊണ്ട് സ്വയംഭൂവിനെ ഇരുകൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ പുല, വാലായ്മ തുടങ്ങിയ അശൗചങ്ങളാൽ കുറുമാത്തൂർ നായ്ക്കൽ കൊട്ടിയൂരിൽ വന്ന് പൂജ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുകയില്ല. രോഹിണി നാൾ മിഥുനമാസത്തിലായാലും ആലിംഗന പുഷ്പാഞ്ജലി ഉണ്ടാവുകയില്ല. മിഥുനത്തിലെ രോഹിണി നാൾ ശ്രാദ്ധ ദിനമായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ആരാധനകൾ 4 ഉള്ളതുപോലെ തന്നെ 4 ചതുശതവും ഭഗവാന് നിവേദിക്കും. തിരുവാതിര, പുണർദം, ആയില്യം, അത്തം എന്നീ നാളുകളിലാണ് ചതുശതം അഥവാ വലിയ വട്ടാളം പായസം നിവേദിക്കുന്നത്. ദേവൻ്റെ പിറന്നാൾ ആഘോഷമായിട്ടാണ് തിരുവാതിര ചതുശതം കണക്കാക്കപ്പെടുന്നത്. മകം നാൾ മുതൽ നിഗൂഢമായ പൂജാകർമ്മങ്ങളാണ് മണിത്തറയിൽ ആരംഭിക്കുന്നത്. ഉച്ച ശീവേലിക്ക് ശേഷം തിടമ്പെഴുന്നള്ളിക്കുന്ന ആനകളെ തിരിച്ചെഴുന്നള്ളിക്കുന്നു. ആനകൾ സന്നിധാനം വിട്ടു പോകുന്നതോടെ സ്ത്രീകൾ ബാവലി കടക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ കൂത്തമ്പലത്തിലെ നങ്ങ്യാർക്കും ഒറ്റപ്പിലാൻ്റെ കയ്യാലയിലെ കുറിച്ച് സ്ത്രീകൾക്കും ഇത് ബാധകമല്ല. മകം നാൾ ശീവേലിയോടെ വിശേഷവാദ്യങ്ങളും അരങ്ങ് വിട്ടൊഴിയും. പകരം അന്ന് രാത്രി മുതൽ അസുരതാളങ്ങൾ മുഴങ്ങുവാൻ തുടങ്ങുന്നു. നിത്യേനയുള്ള അങ്കുലിയാങ്കം കൂത്ത് ആയില്യം നാൾ സമാപിക്കും. നീരെഴുന്നള്ളത്തോടെ സജീവമായ സന്നിധാനം പതുക്കെ യാഗോത്സവ സമാപന ചടങ്ങിലേക്ക് നീങ്ങുന്നു. പിന്നീട് കലം വരവാണ്. കലശപൂജയ്ക്ക് ആവശ്യമായ കലങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ മുച്ചിലങ്ങാട്ടെത്തിയാൽ അവിടെ നിന്നുള്ള അക്കരയ്ക്കുള്ള കലശവരവ് ആരും കാണാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. കലം വരവ് സമയത്ത് സന്നിധാനം അന്ധകാരത്തിൽ അമരണം. വഴികളിലെയും സന്നിധാനത്തിലെയും വൈദ്യുതി വിളക്കുകൾ അണയ്ക്കുന്നു. മണിത്തറയിലെയും വാളറയിലെയും ദീപങ്ങൾ മാത്രമേ പ്രകാശമാനമാകുകയുള്ളൂ. മുച്ചിലങ്ങാട് വിശ്രമിക്കുന്ന കലമെഴുന്നള്ളത്തുകാർ രാത്രിയിൽ പച്ചിലകൾ മാത്രം ധരിച്ച് മേലാകെ ഭസ്മം പൂശി അലറിക്കൊണ്ട് കൂരിരുട്ടിൽ നിഗൂഢമായ വഴികളിലൂടെ അട്ടഹാസങ്ങളോടെ പാഞ്ഞെത്തുന്നു. കലക്കെട്ടുകൾ സമർപ്പിച്ച് മണിത്തറയിലെത്തുന്ന കലക്കാർക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന സ്ഥാനിക ബ്രാഹ്മണൻ പ്രസാദം നൽകുന്നു. സ്ഥാനിക ബ്രാഹ്മണൻ കണ്ണുകൾ കെട്ടി മണിത്തറയിൽ പുറംതിരിഞ്ഞിരിക്കണമെന്നാണ് ചിട്ട. കലങ്ങൾ കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ സൂക്ഷിക്കും. കയ്യാലയിൽ ഒഴുക്കി വെച്ചിട്ടുള്ള സദ്യ കഴിക്കുന്നതോടെ കയ്യാലകളിൽ വെളിച്ചം തെളിയും. തിടപ്പള്ളിയിലെ ബ്രാഹ്മണർ വിളമ്പിൻ്റെ കൂടെ കുലോം കയ്യാലയിൽ വന്ന് സദ്യ ഉണ്ണും. ഈ ദിനത്തിൽ ശിവഭൂതഗണങ്ങൾ സന്നിധാനത്തിലെത്തുമെന്നാണ് വിശ്വാസം. മകം, പൂരം, ഉത്രം എന്നീ നാളുകളിൽ രാത്രിയിലാണ് കലശപൂജ നടക്കുക. നിഗൂഢ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ ഭക്തജനങ്ങൾക്കും മറ്റ് അടിയന്തരക്കാർക്കും സന്നിധാനത്തിൽ ഈ സമയങ്ങളിൽ ദർശനം അനുവദിക്കുകയില്ല. ഇനി അത്തനാളിൽ നടക്കുന്ന ശീവേലി അവസാനത്തെ ശീവേലിയായിരിക്കും. അത്തനാളിൽ കുടിപതികൾ പൂവറക്കും. അമ്മാറക്കൽ തറയ്ക്കും മധ്യയുള്ള സ്ഥലത്തുള്ള ശിലയിൽ തേങ്ങയേറ് നടത്തും. ചിത്തിര നാളിൽ വാകച്ചാർത്ത് നടത്തിയ ശേഷം ചോതി വിളക്ക് കിടത്തും. ചോതി വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പായി മച്ചൻ മറ്റ് വിളക്കുകൾ ഇറക്കി വയ്ക്കും. കൈക്കോളന്മാർ യഥാസമയം തന്നെ അവ അക്കരെ എത്തിക്കും. പിന്നീട് നമ്പീശനും ഭാര്യരും ചേർന്ന് ശ്രീകോവിലിൻ്റെ 4 തൂണുകളും ഒന്നായി കടപുഴകിയെടുത്ത് തിരുവഞ്ചിറയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളും. ഇതോടെ മണിത്തറ തൃക്കലശാട്ടത്തിന് വേദിയാകുന്നു. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. തന്ത്രിയുടെ പൂജ കഴിഞ്ഞാൽ ബ്രാഹ്മണർ കലശപാത്രം തൊട്ട് വന്ദിച്ച് ജപിക്കുന്നു. കളപാട്ടത്തിന് ശേഷം സമസ്താപരാധവും പൊറുക്കുന്നതിനായിട്ട് പൂർണ്ണ പുഷ്പാഞ്ജലി നടത്തും. ഇനി ചിത്തിര നാളിൽ 1 ചെമ്പ് ചോറും കടും പായസവും നിവേദ്യം നേദിക്കും. ഇത് രണ്ടും കുടിപതികൾക്ക് മാത്രമുള്ളതാണ്. പാത്രം വിളിച്ചടങ്ങ് കഴിഞ്ഞാൽ കുടിപതികൾ തിടപ്പള്ളിയിലേക്ക് പ്രവേശിക്കും. തിടപ്പള്ളിയിലെ അടുപ്പിൻ്റെ തിണ്ടിൽ കയറിയിരുന്ന് നിവേദ്യച്ചോറ് ഉപ്പും മുളകും ചേർത്ത് കഴിക്കും. കടും പായസം കുടിക്കും. തിണ്ണയിൽ ഇരുന്ന് ഉണ്ണുന്നതിനാലാവണം ഈ നിവേദ്യച്ചോറ് ഉണ്ണുന്നതിന് തണ്ടിന്മേലൂണ് എന്ന് പറയുന്നു. പിന്നീട് ഭണ്ഡാരങ്ങൾ ചേർത്ത് കെട്ടി കൂത്തരങ്ങിൽ വെച്ച് കണക്കപ്പിള്ളയുടെ മേൽനോട്ടത്തിൽ അടിയന്തര യോഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ജന്മാവകാശികൾ ഏറ്റുവാങ്ങും. മുതിരേരി വാൾ തിരിച്ചെഴുന്നള്ളിപ്പാണ് അടുത്തത്. വാൾ എഴുന്നള്ളിച്ച ബ്രാഹ്മണൻ തന്നെ തിരിച്ചും എഴുന്നള്ളിക്കണമെന്നാണ് വ്യവസ്ഥ. വാൾ മടങ്ങിയതിന് ശേഷം അമ്മാറക്കല്ലിലെ ബലിബിംബത്തിൽ ചിത്രചന്ദനപ്പൊടി അഭിഷേകം നടത്തും. പിന്നീട് ചോതി നാളിൽ പടിഞ്ഞീറ്റ, ഉഷക്കാമ്പ്രം എന്നീ നമ്പൂതിരിമാർ ചേർന്ന് സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടുന്നു. ഈ ചടങ്ങിനും 1 ചെമ്പ് ചോറ് നിവേദിക്കും. വറ്റടി എന്ന ഈ ചടങ്ങിന് ശേഷം ആരും അക്കരെ നിൽക്കില്ല. നമസ്കാരത്തിന് ശേഷം ഇവർ ഇക്കരയ്ക്ക് തിരിഞ്ഞു നോക്കാതെ കടക്കും. നീണ്ട 27 ദിവസത്തെ വിവിധങ്ങളായ സവിശേഷ പൂജകളും നിഗൂഢ കർമ്മങ്ങളും ഇതോടെ പൂർത്തിയാവും. പിന്നീട് മണിത്തറയുടെ സന്നിധാനത്തിൻ്റെയും അധികാരം ഒറ്റപ്പിലാൻ സ്ഥാനികൻ കയ്യേൽക്കുന്നു. വറ്റടിയായി നിവേദിച്ച ചോറ് ഒറ്റപ്പിലാൻ സ്ഥാനികൻ അവകാശപ്പെട്ടതാണ്. ഈ സ്ഥാനികനും കൂട്ടാളികളും മണിത്തറയിൽ പ്രവേശിച്ച് പ്രസാദം പങ്കിട്ടെടുത്ത് കഴിച്ച് മണിത്തറയും തിടപ്പള്ളിയും ഉപശാലകളും അശുദ്ധമാക്കുന്നു. ഇതോടെ വൈശാഖ മഹോത്സവ ചടങ്ങുകൾ പൂർണ്ണമാകുന്നു. അതോടെ നീണ്ട 11 മാസക്കാലം ഈ സന്നിധാനം പരിപൂർണ നിശബ്ദതയിലേക്ക് അമരുന്നു. ഇങ്ങനെ പതി-പത്നി ബന്ധത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് കൊട്ടിയൂരെത്തുമ്പോൾ
സതീദേവിയുടെയും മഹാദേവൻ്റെയും ആ ഒരു കഥ നമ്മളിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധങ്ങളിൽ ക്ലേശിക്കുന്നവർക്കും നല്ല പതിയെ ആഗ്രഹിക്കുന്നവർക്കും നമ്മളുടെ പരമ്പരയെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ ഏറ്റവും വിശേഷമാണ് കൊട്ടിയൂരപ്പനെ ദർശിക്കുകയും ഈ ഒരു നിഷ്ഠയോടുകൂടിയും ആചാരപ്പെരുമയോടുകൂടിയും അനുഷ്ഠാന പഴമയും എല്ലാം ഓർത്തുകൊണ്ട് ഈ ഒരു ഇവിടെ ദർശിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും അത് വിശിഷ്ടമാണ്. ഏവർക്കും ഭഗവാനെ ദർശിക്കുവാനുള്ളൊരു ഭാഗ്യം, കൊട്ടിയൂരെത്തുവാനുള്ളൊരു ഭാഗ്യം മഹാദേവൻ സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നു. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.